ആഞ്ഞടിക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. സൈബർ ആക്രമണം തുടർന്നാൽ പല കാര്യങ്ങളും പരസ്യമായി വിളിച്ചു പറയുമെന്നാണ് മുന്നറിയിപ്പ്. പാർട്ടിയെ നശിപ്പിക്കുന്ന പ്രവണതയാണ് നടക്കുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് പരാതികളുണ്ടെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കോൺഗ്രസിനകത്ത് വ്യക്തിത്വമുള്ള ആളുകളെ ഇത്തരം സൈബർ ആക്രമണത്തിലൂടെ കീഴ്പ്പെടുത്തി അവരുടെ വായടപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനി കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാം, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അതുകൊണ്ട് ഇവന്റെ സകല ചരിത്രവും എനിക്കറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് എന്നെ ഇനി കൂടുതൽ സൈബർ ആക്രമണത്തിന് വിധേയമാക്കിയാൽ പരസ്യമായി ഞാൻ പലതും വിളിച്ചു പറയേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിച്ഛായയെ കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സാധ്യതകളെ മങ്ങലേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അരുൺ പൂപ്പറമ്പ ചേരുന്നു. അരുൺ, രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറഞ്ഞതിന് പിന്നാലെ ഒപ്പം വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നേരിടുകയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇന്നിപ്പോൾ റിപ്പോർട്ടറോട് സംസാരിച്ചപ്പോഴും അതിന്റെ ഒരു രൂക്ഷതയെക്കുറിച്ച് പറയുകയായിരുന്നു. മാത്രമല്ല ഒരാൾക്ക് വേണ്ടി, അതായത് പാർട്ടിക്ക് പോലും അനഭിമതനായ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാൾക്ക് വേണ്ടി സൈബർ അണികൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഓർമ്മിപ്പിക്കുന്നത്. മാത്രമല്ല ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അത് പ്രചരിപ്പിക്കേണ്ട സമയത്ത്, അതിനെതിരെ സർക്കാരിനെതിരെ പോരാടേണ്ടുന്ന സമയത്ത് ഒരാൾക്ക് വേണ്ടി സൈബർ ആക്രമണം നടത്തുന്നതിലേക്ക് കാര്യങ്ങൾ മാറുന്നതിനെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ രൂക്ഷമായി വിമർശിക്കുന്നത്. വിനീത, തീർച്ചയായും അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനു പിന്നാലെ മറ്റ് നേതാക്കൾ, കോൺഗ്രസിന്റെ മറ്റ് നേതാക്കൾ പല കാരണങ്ങൾ പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കുന്ന സാഹചര്യമുണ്ടായി, അല്ലെങ്കിൽ പ്രതിരോധം തീർക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ആ പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായി തള്ളി അതിരൂക്ഷമായ വിമർശനം നടത്തിയത് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. അതിൽ ഈ സൈബർ ഇടങ്ങളിൽ വലിയ ആക്രമണമാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ നേരെ ഉണ്ടായത്. അത് പലതരത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ അതിജീവിതയുടെയൊക്കെ ഐഡന്റിറ്റി പുറത്തു പറഞ്ഞ് അങ്ങനെ രംഗത്ത് വരുന്ന ചില ഗ്രൂപ്പുകളുണ്ട്. അവിടെ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ വലിയ വിമർശനം, സൈബർ ആക്രമണം ഉണ്ടായി. അതോടൊപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കുന്ന നേതാക്കൾക്കെതിരെയും കഴിഞ്ഞ ദിവസം രാജ്മോഹൻ ഉണ്ണിത്താൻ വിമർശനം ഉന്നയിച്ചിരുന്നു. അതിൽ കെ സുധാകരന്റെ പേരെടുത്ത് തന്നെ പറയുന്ന സാഹചര്യമുണ്ടായി. ഓരോ സമയത്തും നിലപാട് മാറ്റിപ്പറയുന്ന ആളാണ് കെ സുധാകരൻ എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ വിമർശിച്ചിരുന്നു. അതിൽ കെ സുധാകരന്റെ അനുയായികളും ഈ സൈബർ ഇടങ്ങളിൽ വലിയ ആക്രമണമാണ് രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ മുന്നോട്ട് കൊണ്ടുവന്നത്. അതിലേതെങ്കിലും തരത്തിൽ അതിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ തയ്യാറായിട്ടില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അതിൽ മറ്റ് നേതാക്കളുടെ നിലപാട് കൂടി പരിശോധിക്കേണ്ടത്. ഇന്ന് കാസർഗോഡ് തന്നെ വി.ഡി. സതീശൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, നമ്മൾ ഈ കാര്യം ചോദിച്ചിരുന്നു പ്രതിപക്ഷ നേതാവിനോട്, ഈ സൈബർ ആക്രമണത്തെക്കുറിച്ച്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർത്ത് രംഗത്ത് വരുന്നവരെല്ലാം സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുകയാണ്. അതോടൊപ്പം ഈ പരാതി നൽകിയിട്ടുള്ള അതിജീവിതക്കെതിരെയും വലിയ രീതിയിലുള്ള ആക്രമണം സൈബർ ഇടങ്ങളിൽ ഉണ്ടാവുന്നു. എന്താണ് നിലപാട് എന്ന് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോഴും അദ്ദേഹം ക്ഷുഭിതനാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മറ്റു നേതാക്കളും ഈ വിഷയത്തിൽ സമാനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ അതിൽ ആഞ്ഞടിക്കുകയാണ്, നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുകയാണ്. പ്രത്യേകിച്ച് ഇനിയും കാര്യങ്ങൾ പറയാനുണ്ട്, തന്നെ പ്രകോപിപ്പിച്ചാൽ, സൈബർ ഇടങ്ങളിൽ ആക്രമിച്ചാൽ ആ കാര്യങ്ങൾ കൂടി പറയുമെന്നാണ് മറ്റ് ചില നേതാക്കൾ, അതായത് മുതിർന്ന നേതാക്കൾ, രമേശ് ചെന്നിത്തല പോലുള്ള നേതാക്കൾ രാജ്മോഹൻ ഉണ്ണിത്താന്റെ സമാനമായിട്ടുള്ള ഒരു നിലപാട്, അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ചിലപ്പോൾ കൂടുതൽ നേതാക്കൾ ആ അഭിപ്രായ പ്രകടനങ്ങളുമായി രംഗത്ത് വരും. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൽ ഈ വിഷയത്തിൽ നേതൃനിരയിൽ തന്നെ വലിയ ഭിന്നത രൂപപ്പെടാനും സാധ്യതയുണ്ട്. വിനീത, ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.